ഹലോ ഗൈസ്, ഒരു ഹൈടെക് പ്ലാന്റ് ടാങ്ക് ചെയ്യണമെങ്കിൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് സിലിണ്ടർ വെച്ചുകൊണ്ട് CO2 ഇഞ്ചക്ഷൻ വെള്ളത്തിലേക്ക് കൊടുത്തേ തീരൂ. ഒരു CO2 സിസ്റ്റം സെറ്റ് ചെയ്യുന്നതിന് എന്തെല്ലാം ആക്സസറീസ് വേണം, എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നത് എന്നെല്ലാം ഇന്നത്തെ വീഡിയോയിൽ കൂടി നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു 2 ലിറ്ററിന്റെ CO2 സിലിണ്ടർ എടുക്കാം. ഈ സിലിണ്ടറിന്റെ മുകളിൽ കാണുന്ന കറുത്ത നോബ് തിരിച്ച് അതിൻ്റെ ഉള്ള CO2 പുറത്തു കൊണ്ടുവന്ന് അപകടം ഉണ്ടാക്കരുത്. സിലിണ്ടറിൽ ഡയറക്റ്റ് പിടിപ്പിക്കുന്ന ഈ റെഗുലേറ്ററിലുള്ള നോബ് തിരിച്ചുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ വേഗത നമ്മൾ ക്രമീകരിക്കുന്നത്. റെഗുലേറ്ററിൽ പിടിപ്പിച്ചിരിക്കുന്ന ഈ ബബിൾ കൗണ്ടറിൽ നോക്കിക്കൊണ്ടാണ് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ മിക്സ് ആവുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നോൺ റിട്ടേൺ വാൽവ് ആണ് അക്വേറിയത്തിലെ വെള്ളം തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് സിലിണ്ടറിലേക്ക് പോകാതെ നമ്മളെ സഹായിക്കുന്നത്. CO2 ചെറിയ കുമിളകളായി ഡിഫ്യൂസ് ചെയ്യുന്ന ഇത് CO2 ഡിഫ്യൂസർ ആണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇത് CO2 ട്യൂബാണ്. സിലിക്കോൺ ട്യൂബ് ഇതിന് പകരം ഒരിക്കലും ഉപയോഗിക്കരുത്. ഇത് നമ്മുടെ ഹാർഡ്വെയർ ഷോപ്പിൽ കിട്ടുന്ന സാധാരണ ടഫ്ലോൺ ടേപ്പ് ആണ്. ഇത് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ്. ആദ്യം തന്നെ സിലിണ്ടറിൽ റെഗുലേറ്റർ കണക്ട് ചെയ്യേണ്ട ഈ ഭാഗത്തായി ടഫ്ലോൺ ടേപ്പ് ചുറ്റിപ്പിടിപ്പിക്കാം. ഹൈ പ്രഷറുള്ള കാർബൺ ഡൈ ഓക്സൈഡ് സിലിണ്ടറിൽ നിന്ന് റിലീസ് ആവുന്ന സമയത്ത് ലീക്ക് ഉണ്ടായി കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് വേസ്റ്റേജ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ടഫ്ലോൺ ടേപ്പ് വെച്ച് ആദ്യം തന്നെ ഇവിടെ ചുറ്റി സംരക്ഷിക്കുന്നത്. ഇനി സിലിണ്ടറിലേക്ക് സാവധാനം റെഗുലേറ്റർ തിരിച്ചു കയറ്റി ടൈറ്റ് ചെയ്യുക. കൈകൊണ്ട് തിരിച്ച് ടൈറ്റ് ആക്കിയാൽ പോരാ, ഒരു സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ റെഗുലേറ്ററും സിലിണ്ടറും തമ്മിൽ ജോയിന്റ് ആകുന്ന ഭാഗം ടൈറ്റും സേഫുമാക്കി വെക്കുക. സിലിണ്ടറിന്റെ ഈ പ്രഷർ ഗേജുകൾ അഥവാ മീറ്ററുകൾ മുകളിലേക്ക് വരുന്ന രീതിയിൽ തന്നെ പ്ലേസ് ചെയ്യുക. ഇനി നമുക്ക് നേരത്തെ അഴിച്ചു വെച്ച സോളിനോയിഡ് മാഗ്നറ്റ് ഇതിലേക്ക് വീണ്ടും തിരിച്ച് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. ഇതുപോലുള്ള സ്പെയറുകൾ ഇതിൽ നിന്നും അഴിച്ചെടുക്കുമ്പോൾ എങ്ങനെയാണോ അഴിച്ചെടുത്തത് ആ രീതിയിൽ തന്നെ കറക്റ്റായി തിരിച്ച് ഫിക്സ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി ഫിക്സ് ചെയ്യേണ്ടത് ബബിൾ കൗണ്ടർ ആണ്. ബബിൾ കൗണ്ടറിന്റെ മുകൾ വശം പതുക്കെ പുറകോട്ട് തിരിച്ച് അഴിച്ചെടുത്ത് അതിനുള്ളിൽ കുറച്ച് വെള്ളം നിറയ്ക്കുക. ഇതിലേക്ക് വെള്ളമാണോ വെളിച്ചെണ്ണയാണോ അതോ ഏതെങ്കിലും പ്രത്യേകതരം ഓയിലാണോ നിറയ്ക്കേണ്ടത് എന്നുള്ള ഒരുപാട് തരം ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടായേക്കാം. ഈ സിലിണ്ടറിൽ ഞാനിപ്പോൾ നിറയ്ക്കുന്നത് വെള്ളം തന്നെയാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ സിലിണ്ടറുകളും വർക്ക് ചെയ്യുന്നത്. ഇനി അതിന്റെ ക്യാപ്പ് വീണ്ടും തിരിച്ച് അടച്ച് ടൈറ്റ് ചെയ്യുക. റെഗുലേറ്ററിൽ ഒരു കറുത്ത വാഷ് ഉണ്ട്. അത് മിസ് ചെയ്യാതെ ബബിൾ കൗണ്ടറിന്റെ ത്രെഡുള്ള അടിഭാഗം റെഗുലേറ്ററിലേക്ക് പതുക്കെ തിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് CO2 ട്യൂബ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ബബിൾ കൗണ്ടറിന്റെ ഏറ്റവും മുകളിലുള്ള ചെറിയ ത്രെഡ് അഴിച്ചെടുക്കുക. അഴിച്ചെടുത്ത ത്രെഡ് CO2 ട്യൂബിലേക്ക് റിവേഴ്സ് കയറ്റിയതിനു ശേഷം CO2 ട്യൂബ് ഈ ബബിൾ കൗണ്ടറിന് മുകളിൽ കാണുന്ന ഈ നോബിൽ പ്രസ് ചെയ്ത് കയറ്റുക. അതിനുശേഷം നേരത്തെ അഴിച്ചെടുത്ത ത്രെഡ് ബബിൾ കൗണ്ടറിൽ ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുക. സിലിണ്ടറിൽ നിന്നും 15 സെന്റിമീറ്റർ മാറി അതിലേക്ക് ഈ നോൺ റിട്ടേൺ വാൽവ് കണക്ട് ചെയ്യുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ CO2 ഓഫ് ആകുമ്പോൾ അക്വേറിയത്തിലെ വെള്ളം നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് സിലിണ്ടറിലേക്ക് തിരിച്ചു വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ നോൺ റിട്ടേൺ വാൽവ് യൂസ് ചെയ്യുന്നത്. ഫിക്സ് ചെയ്തതിന് ശേഷം അടുത്ത എൻഡ് ഈ ബബിൾ കൗണ്ടറിലേക്ക് ഫിക്സ് ചെയ്യാനുള്ളതാണ്. അതിനു മുൻപായി ഈ ബബിൾ കൗണ്ടർ ഗ്ലാസിൽ ഒട്ടിച്ചു വെക്കുന്നതിനുള്ള സെക്ഷൻ കപ്പ് ഈ ട്യൂബിൽ കൂടി കടത്തിവിടുക. ഇനി ബബിൾ കൗണ്ടർ ഇതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ CO2 സിസ്റ്റം സെറ്റ് ആയി കഴിഞ്ഞു. CO2 സിസ്റ്റം ഈ ക്യാബിനറ്റിനുള്ളിൽ സേഫായി ഹിഡൻ ആയി വെച്ചു കഴിഞ്ഞു. ഇതിന്റെ അങ്ങേ തലയ്ക്കുള്ള CO2 ഡിഫ്യൂസർ ടാങ്കിന്റെ ഉള്ളിലാണ് നമ്മൾ വെക്കേണ്ടത്. നമ്മൾ പ്രീ ഫിക്സ് ചെയ്ത സെക്ഷൻ കപ്പ് ഉപയോഗിച്ചുകൊണ്ട് CO2 ഡിഫ്യൂസർ അക്വേറിയത്തിലെ ഗ്ലാസിൽ ഒട്ടിച്ചു വെക്കുക. സോളിനോയിഡിൽ നിന്നും പുറത്തേക്ക് വരുന്ന വയർ ഒരു പ്ലഗിൽ കുത്തിയിട്ടുണ്ട്. ആ പ്ലഗ് ഓണും ഓഫും ആക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതൊരു ടൈമറിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് സോളിനോയിഡ് വർക്ക് ചെയ്യുന്നത്. ഇനി റെഗുലേറ്ററിലെ വാൽവ് ഫുള്ളായി ക്ലോസ് ചെയ്യുക.
ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സിലിണ്ടറിന്റെ മുകളിലുള്ള കറുത്ത നോബ് ഫുള്ളായി ഓപ്പൺ ചെയ്യേണ്ടത്. കറുത്ത നോബ് ഓപ്പൺ ചെയ്ത് സോളിനോയിഡ് കണക്ട് ചെയ്തിരിക്കുന്ന പ്ലഗ് ഓൺ ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം റെഗുലേറ്ററിലെ ഈ നോബ് പതുക്കെ തിരിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ സപ്ലൈ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഈ ബബിൾ കൗണ്ടറിൽ കാണുന്ന ബബിൾസിന്റെ എണ്ണം വെച്ചുകൊണ്ടാണ് ടാങ്കിലേക്ക് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സപ്ലൈ ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നത്. ഓരോ ടാങ്കിന്റെയും വാട്ടർ വോളിയവും അടങ്ങിയിരിക്കുന്ന പ്ലാന്റുകളുടെ വൈവിധ്യവും അതിലുള്ള മത്സ്യത്തിന്റെ അളവും അനുസരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് സപ്ലൈയുടെ അളവിൽ വ്യത്യാസം വരുന്നതാണ്. ഇതിൽ നിന്ന് റിലീസായ കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസറിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ചെറിയ മൈക്രോ ബബിൾസ് ആയി രൂപാന്തരപ്പെടുന്നത്. ഈ ടാങ്കിലേക്ക് ഇപ്പോൾ 1 ബബിൾ ഇൻ 2 സെക്കൻഡ്സ് എന്ന രീതിയിൽ ക്രമീകരിക്കുകയാണ്. സോളിനോയിഡ് റെഗുലേറ്ററിലേക്ക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാത്രമേ ഈ CO2 സിസ്റ്റം ആക്ടിവേറ്റ് ആകുകയുള്ളൂ. ഇത് പ്ലഗ് ഇൻ ചെയ്യുന്നതോട് കൂടെ തന്നെ ഇവിടെ ബബിൾ കൗണ്ടറിൽ ബബിൾ സ്റ്റാർട്ട് ആവുകയും അതോടൊപ്പം തന്നെ CO2 ഡിഫ്യൂസറിൽ കൂടി പതുക്കെ CO2 ഡിഫ്യൂസ് ആയി ടാങ്കിലേക്ക് സ്പ്രെഡ് ആകുകയും ചെയ്യുന്നു. CO2 സിസ്റ്റം എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കണ്ടു. ആദ്യമായിട്ടാണ് CO2 സിലിണ്ടർ കണക്ട് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു സുഹൃത്തിനെയോ ഒരു സഹായിയെയോ നിർത്തിക്കൊണ്ട് ചെയ്യുക. കാരണം ഹൈ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള CO2 സിലിണ്ടറുമായിട്ടാണ് കളിക്കുന്നത്. ആദ്യമായി ചെയ്യുമ്പോൾ എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ മറ്റോ കെട്ടി CO2 സിലിണ്ടർ ബ്ലാസ്റ്റ് ആവുകയോ മറ്റോ ഉണ്ടായാൽ എപ്പോഴും സഹായത്തിന് ഒരാൾ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നല്ലൊരു കണ്ടന്റുമായി വീണ്ടും വരാം. അതുവരെ ബൈ.